ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഭാഗങ്ങളുടെ സംഖ്യകൾ എന്ന ചാപ്റ്ററിലാണ് നമ്മളിന്ന് ഡിസ്കഷൻ നടത്തുന്നത്. പകുതി എന്ന ആശയം, ഹാഫ് എന്ന ആശയമാണ് നമ്മളിന്ന് പറയാൻ പോണത്. പകുതി നിങ്ങൾ വീട്ടിലൊക്കെ ദോശ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ദോശ കഴിച്ചു മടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അമ്മ പകുതി ദോശ മതി. അപ്പം പകുതി എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം പകുതി എന്നൊരാശയം ടീച്ചറോട് വരച്ച് കാണിക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ദോശ, സാധാരണ അമ്മ ചുട്ടു തരുന്ന ദോശ എങ്ങനെയാണ്? അപ്പോൾ 1-2 എണ്ണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പറയും പകുതി ദോശ മതി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, ഇതിനെ നേർ പകുതിയാക്കി മുറിച്ചതിൽ ഈ ഒരു കഷ്ണമാണ് എന്ത്, നമ്മൾ പകുതി എന്ന് വിളിക്കുന്നത്. അപ്പൊ പകുതിക്ക്, അതായത് ഹാഫ്, പകുതി നമ്മൾ വിളിക്കുന്ന പകുതി. അപ്പം ഇത് ഗണിതപരമായിട്ട്, മാത്തമാറ്റിക്കലി ഈ ഹാഫ് അല്ലെങ്കിൽ പകുതി എന്നതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത്, ഇതാകെ മൊത്തം എത്ര കഷ്ണങ്ങൾ ഉണ്ടായി. ഇവിടെ ഒരു കഷ്ണം, ആകെ 2 കഷ്ണം. 2 എണ്ണത്തില് ഒരു പകുതിയല്ലേ നമ്മൾ വാങ്ങി കഴിച്ചത്. അപ്പൊ 2 എണ്ണത്തിൽ ഒരു കഷ്ണം വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കേണ്ടത് 2/1 അല്ലെങ്കിൽ ഹാഫ്, 1/2 എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ. ഹാഫ്, 2/1 എന്നാണ് ഇതിനെ വിളിക്കുന്നത്, പകുതി. ഈ ഹാഫ് എന്ന ആശയത്തിന് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നത് 2/1 കേട്ടോ. അപ്പൊ ഒരു ചതുരമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. ഈ ചതുരത്തിന് നേർ പകുതിയാക്കുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറിച്ച് എന്താക്കാം, ഇതൊരു അരപ്പകുതി, ഇതൊരു അരപ്പകുതി എന്ന് പറയാം. ഈ ചതുരത്തിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും മുറിക്കാലോ. ഇങ്ങനെ മുറിച്ചാലും ഇത് അരപ്പകുതിയാണ്, ഇത് അരപ്പകുതിയാണ്. ഇനി ഇവിടെ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ നോക്കൂ. ഈ സമചതുരത്തിന്റെ അരഭാഗം 2 രീതിയിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ അരഭാഗങ്ങളാക്കാമോ ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ചതുരം ഇവിടെ ഒന്ന് വരച്ചു നോക്കാം. ഈ ഒരു ചതുരത്തിനെ ഇവർ ഈ പറഞ്ഞ 2 രീതിയിലല്ലാതെ ഇവർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണേൽ പകുതിയാക്കാൻ. ഇങ്ങനെ മുറിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതും എന്ത് തന്നെയാണ്, ഇതിന്റെ പകുതി തന്നെയല്ലേ. അപ്പൊ ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ മുറിച്ചു നോക്കാം. ഈ അടുത്തൊരു ഹെഡിങ് പകുതികൾ പലതരം എന്നാണ്. അമ്മ ചുട്ട ഒരു ദോശ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ ദോശ കഴിച്ചോണ്ട് ആകെ ഒരു ദോശയെ നമ്മുടെ കയ്യിൽ വശമുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ 4 പേര് ഭക്ഷണം കഴിക്കാനുണ്ട്. 4 പേരുണ്ട്. 4 പേരുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരെ എങ്ങനെ തരും നമ്മൾക്ക്? ഇതിനെ നമ്മൾ എന്താക്കും, 4 തുല്യ കഷ്ണങ്ങളാക്കി മുറിക്കും അല്ലെ? അമ്മ ഇതിനെ എന്താവും, 4 തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പൊ ഈ ഒരു പകുതിയെ തന്നെ എന്താക്കി, 2 കഷ്ണമാക്കി മുറിച്ചു. അപ്പൊ ഇവിടെ നോക്കുക, ആകെ മൊത്തത്തിൽ എത്ര കഷ്ണം ഉണ്ട് ഇവിടെ? 4. 4 എണ്ണത്തിൽ ഒരു ഭാഗം മാത്രമാണ് ആ ഒരാൾക്ക് കിട്ടുന്നത് അല്ലെ? 4 പേരുള്ളതിൽ ഒരാൾക്ക് എത്ര കിട്ടും? 4-ൽ 1 ഭാഗം. 4-ൽ 1 നമ്മൾ കാൽ എന്ന് വിളിക്കും കേട്ടോ, കാൽ ഭാഗം കേട്ടോ. ക്വാർട്ടർ എന്നാണ് നമ്മൾ അല്ലാതെ പറയുന്നത്, ഇംഗ്ലീഷിൽ പറയുന്നത് ക്വാർട്ടർ. അപ്പൊ കാൽ ഭാഗം. അപ്പം ഇതൊരു കാൽ ഭാഗം. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു, ഈ രണ്ടാമൻ പറഞ്ഞു എനിക്ക് ദോശ വേണ്ട എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു, ഈ ഒരാൾക്ക് ഇത് മുഴുവനും കൊടുത്തു. അപ്പം 2 കാൽഭാഗം, 2 കാല് ചേർന്ന ഒരു കാലും മറ്റൊരു കാലോട് ചേർന്നാൽ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ അരഭാഗം എന്ന് പറയാലോ. ശരിയല്ലേ? 2 കാലുകൾ ചേർന്നാൽ എന്താവും, അരഭാഗമാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ എത്ര കാല് ചേർന്നാലാണ് ഒരു മുഴുവനും കിട്ടുന്നത്? 4 കാല്. കാല് പ്ലസ് കാല് പ്ലസ് കാല് പ്ലസ് കാല്. ഈ 4 കാല് ചേർന്നാൽ ഇതും അരഭാഗമായി, ഇതും അരഭാഗമായി. അരയരി എന്തായി, ഒരു പൂർണ്ണ സംഖ്യ കിട്ടി, ഒരു പൂർണ്ണമായ ഒരു ദോശ കിട്ടി അല്ലേ? ഒരു എന്താണ്, ഒരു നീളമുള്ളൊരു ചതുരപ്പെട്ടിയാന്ന് വിചാരിക്കുക. ഇതിനെ നേർ പകുതിയാക്കി മുറിച്ചു. അപ്പൊ ഇത് നമുക്ക് എന്ത് വിളിക്കാം, അരഭാഗം എന്ന് വിളിക്കാം. ഇനി വീണ്ടും പകുതിയാക്കി. അപ്പൊ എന്തായി, അരയുടെയും പകുതി എടുത്തു. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ കാൽഭാഗം. 2 കാല് ചേർന്ന അരഭാഗമായി. അപ്പൊ എത്ര കാൽഭാഗം ചേർന്നാലാണ് നമുക്കൊരു മുഴുവനുള്ളതായിട്ടുള്ള ഈ ചതുരപ്പെട്ടി കിട്ടുന്നേ? 4 കാൽഭാഗം ചേരുമ്പോൾ. അതാണ് ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ പടത്തിൽ കൊടുത്തിരിക്കുന്നത്. കാൽ മീറ്ററും ചേർത്ത ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 1 മീറ്റർ കിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പകുതിയെ, ഇതാണല്ലോ പകുതി, അപ്പം 2 കാൽഭാഗം ചേരുമ്പോൾ ഈ ഒരു കാൽഭാഗവും ചേരുമ്പോൾ എന്ത് കിട്ടും? ഇത് ഭിന്നസംഖ്യ കൂട്ടുന്നവർ ടീച്ചർ കൂടെ പറഞ്ഞേക്കാം. ഛേദങ്ങൾ ഒരുപോലെയാണെങ്കിൽ, അതായത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ അത് ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ എഴുതുന്നു, അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു. 1 + 1 അതായത് എത്ര വരുന്നു? 2/4. അപ്പൊ ശരിക്കും ഈ 2/4 എന്ന് പറഞ്ഞാൽ 1/2 തുല്യമല്ലേ? ശരിയല്ലേ? അര എന്ന് പറയുന്നത് 2 കാലുകൾ ചേരുന്നതാണ് 2/4 എന്ന് പറയുന്നത്.
അപ്പോൾ ഈ രണ്ട് കാല് ചേരുന്നതാണ് 2/4. 2/4 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് എത്രയാണിത്, 1/2 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് 1/2 മീറ്ററിനെ എങ്ങനെയും കൂടെ എഴുതാം, 2/4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഒരു സർക്കിളിനെ 6 തുല്യ ഭാഗങ്ങളാക്കി കട്ട് ചെയ്താൽ അതിനെ പീസാക്കി മാറ്റുന്നതൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാന്ന്. അപ്പോൾ ഒരു സർക്കിളിനെ നമ്മൾ 6 തുല്യ ഭാഗമാക്കി കട്ട് ചെയ്യുന്നു. 6 തുല്യ ഭാഗമാക്കി കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ ഒന്ന് വരയ്ക്കണം, പിന്നെ ഇങ്ങനെ വരയ്ക്കണം, ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ആകുമ്പോൾ 6 തുല്യ ഭാഗങ്ങളാവും. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഇവിടെ വൃത്തം വരയ്ക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് നമ്മൾ അന്നൊരു പൂ വരച്ച ഓർമ്മയുണ്ടല്ലോ, ഓണ സമയത്തല്ലേ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു. അപ്പം നമ്മൾ അത്തപ്പൂക്കൾ ഇടാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ അകലം മാറ്റാതെ നമ്മളൊരു പൂക്കൾ പോലെ വരയ്ക്കുക. അപ്പം നമുക്ക് 6 തുല്യ ഭാഗമായിട്ട് കിട്ടുന്നത് പോലെ ഒരു പോയിന്റ് കിട്ടും. ഇതെല്ലാം ചേർത്ത് വരച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ചിത്രം വരയ്ക്കുക എന്നുള്ളതല്ല കേട്ടോ നമ്മുടെ പ്രധാന പോയിന്റ്. നമ്മൾ ഈ സർക്കിളിനെ തുല്യമായ 6 കഷ്ണങ്ങളാക്കുക എന്നുള്ളതായിരുന്നു പ്രാധാന്യം. അതിനുവേണ്ടി നമ്മൾ ഈ കോണോട് കോൺ ചേർന്ന് എതിളുകൾ തമ്മിൽ നമ്മൾ കൂട്ടി വരയ്ക്കുന്നു. കണ്ടോ, ഇത് തമ്മിൽ കൂട്ടി നമുക്ക് വൃത്തത്തെ 6 തുല്യ ഭാഗമാക്കി മാറ്റാനുള്ള ഒരു എളുപ്പമാർഗ്ഗം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നിന്ന് കണ്ടെത്തി. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നിങ്ങൾ ഈ ചിത്രം വരയ്ക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഈ വൃത്തത്തെ 6 തുല്യ ഭാഗമാക്കി മാറ്റി. അപ്പൊ 6 തുല്യ ഭാഗമാക്കി മാറ്റിയതിൽ ടീച്ചർ വളരെ ശ്രദ്ധിച്ചോണം നിങ്ങളെ. ഇത് നോക്കിക്കേ, ഇതിപ്പോ മൊത്തം ഓരോന്നും 1, 2, 3, 4, 5, 6 കഷ്ണം. അപ്പം ഈ ഓരോന്നും നമുക്ക് ഇനി എന്തെന്ന് വിളിക്കാം, 6ൽ ഒരു ഭാഗമാണിതല്ലേ. ഇതാണ് 6ൽ 1, ഇത് 6ൽ 1, ഇത് 6ൽ 1. 6 എണ്ണത്തിൽ ഒരു ഭാഗമാണ് ഈ ഓരോ കളത്തിനകത്തും വരുന്നത്. അപ്പം നിങ്ങളൊന്ന് മൊത്തത്തിലൊന്ന് സൂക്ഷിച്ച് നോക്കി. ഇത് മാത്രം ടീച്ചർ ഷെയ്ഡ് ചെയ്തെടുത്തെന്ന് വെച്ചോ. ഇതൊരു ദോശയായിരുന്നുവെങ്കിൽ ഇത്രയും മുറിച്ച് ഞാൻ നിങ്ങൾക്ക് തന്നുവെങ്കിൽ നിങ്ങൾ പറയും, അയ്യോ ടീച്ചർ എനിക്ക് കിട്ടിയത് 1/2 അപ്പമാണെന്ന് പറയില്ലോ. 1/2 ദോശ കിട്ടിയെന്ന് പറയത്തില്ല നിങ്ങൾ. ഇത്രയതിന് എന്തെന്ന് പറയും, 1/2 ദോശ എനിക്ക് കിട്ടി എന്ന് പറയും. 1/2 ദോശ എന്ന് പറയുന്നത് 1/2 തുല്യമാണ്. ആര്, 6ൽ 1 6ൽ 1 ആഡ് ചെയ്താൽ 1/6 + 1/6 + 1/6 ഈക്വൽ ആണ് 1/2. ആണോ എന്നൊന്ന് നോക്കാം നമുക്ക്. 1/2 = ഈ 6 ഛേദങ്ങളിലെല്ലാം ഒരുപോലെയാണെങ്കിൽ അതൊരു പ്രാവശ്യം എഴുതുന്നു. 1 + 1 + 1 കൂട്ടുന്നു. 1 + 1 + 1 കൂട്ടി, അതായത് 3/6. 2ൽ 1 തുല്യമാണ് ആര്, 6ൽ 3. മനസ്സിലായി? ഈ ടീച്ചറിനകത്ത് ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പെട്ടെന്ന് പറയാൻ പഠിച്ചോണേ. അതായത് 2ൽ 1 തുല്യമാണ്. നിങ്ങൾ 1ന്റെ പട്ടിക ചൊല്ലുക. ഓരോന്ന് 1. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 തന്നെ വരും. 1നെ 2 കൊണ്ട് ഗുണിച്ചാലോ, 2 2. അതേ 2 കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും ഗുണിക്കുക. ഈ 2 4. ഇനി 2ൽ 1 നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. 1 3 3, 3 2 6. ഇനി എന്ത് ചെയ്യണമെന്നറിയോ, 2ൽ 1 നമുക്ക് 4 കൊണ്ട് ഗുണിക്കാം. 1 4s are 4, 2 4s are 8. അപ്പോൾ ഈ 2ൽ 1 തുല്യമാണ് ഒരേ സംഖ്യ കൊണ്ട് താഴെ മുകളിൽ ഗുണിച്ചു പോകുന്ന എല്ലാ സംഖ്യയും. 2ൽ 1 തുല്യമാണ് ആര്, 4ൽ 2, 6ൽ 3, 8ൽ 4 തുടങ്ങിയവയെല്ലാം. അങ്ങനെ ഗുണിച്ചു പോകുന്ന എല്ലാ സംഖ്യയും, മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന എല്ലാവരും, അതായത് 2ന്റെ ടേബിളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും 1ന്റെ ടേബിളിൽ വരുന്ന എല്ലാ നമ്പേഴ്സും കറസ്പോണ്ടിങ് ആയിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും, അവരെല്ലാം തുല്യ ഭാഗങ്ങളായിരിക്കും, സെയിം പാർട്ടുകളായിരിക്കും കേട്ടോ. അത് ഓർത്തിരുന്നോണം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി 6ൽ ഒരു ഭാഗം നമ്മൾ എടുത്തു.
ആറിലൊന്ന് ഭാഗം വട്ടത്തിന്റെ പകുതിക്ക് നിറം കൊടുക്കാൻ ഇനി എത്ര ഭാഗങ്ങൾ കൂടി നിറം കൊടുക്കണം? അപ്പൊ നമ്മൾ എത്ര എടുത്തു? ഈ ഭാഗവും കൂടി നിറം കൊടുത്തു. അപ്പൊ ആറിലൊന്നും 3 ആറിലൊന്ന് ചേരുമ്പോ എന്താവും? നമുക്ക് 6 എന്ന് കിട്ടും. 6 എന്തിന് തുല്യമാണ്? അരഭാഗത്തിന് തുല്യമാണെന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് താഴെ ഒരു ചിത്രം കിടക്കുന്നത്, കണ്ടോ? അതിനെ 6 തുല്യ കഷ്ണങ്ങളാക്കിയതിൽ 3 ഭാഗം നമ്മൾ കളർ ചെയ്തെടുത്തു. ഇപ്പൊ ഇത്രയെന്ന് പറയുന്നത് അരഭാഗമായിരിക്കും. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 58 1-2 ചോദ്യങ്ങളുണ്ട്. ആകെ ഭാഗങ്ങൾ 2 ഭാഗമാണ്. അതിൽ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ വായിക്കുന്നത് 2/1, എഴുതുന്നത് 1/2. 2/1 നമ്മളിങ്ങനെ എഴുതും കേട്ടോ. ആകെ നമുക്ക് 2 പാർട്ട്. ഇപ്പോൾ ഒരു സർക്കിൾ ആണെങ്കിൽ, അവിടെ ഒരു സർക്കിൾ ആണെങ്കിൽ 2 പാർട്ടാക്കിയല്ലോ. അതിനകത്ത് ഈ ഒരു ഭാഗം എടുക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ഹാഫ്, 1/2, 2/1 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. 2/1 വിളിക്കാം. അതാണ് ഹാഫ് എന്ന് പറയുന്നത്. ഹാഫ് എന്ന് പറയുന്നതും 2/1 എന്ന് പറയുന്നത് ഒന്നാണ്. ഇനി നമുക്ക് 4 ഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക. 4 ഭാഗം ഉണ്ടെങ്കിൽ അതിൽ 2 എണ്ണം, അപ്പൊ ചിത്രത്തിൽ തന്നെ 4 കഷ്ണങ്ങളാക്കി. 4 എണ്ണത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 2 കഷ്ണം എടുത്തു. 4 കഷ്ണത്തിൽ 2 കഷ്ണം എടുത്തു. അപ്പൊ ഇനി നമ്മൾ വിളിക്കുന്നത് 4ൽ 2, 2/4 എന്ന് വിളിക്കും കേട്ടോ. വിളിക്കുന്നത് 2/4. ഇനി 6 കഷ്ണമാണെങ്കിലോ നമ്മൾ എത്ര എണ്ണം എടുക്കണം? 6 വരുമ്പോൾ 3 എന്ന് എഴുതണം കേട്ടോ. 6 വരുമ്പോൾ 3 നമ്മൾ വിളിക്കേണ്ടത് 3ൽ 2. അപ്പം 6ൽ 3 കഷ്ണം എടുക്കുമ്പോൾ 6ൽ 3 എന്ന് വിളിക്കണം. എഴുതേണ്ടത് 3/6, 6ൽ 3 എന്ന് എഴുതണം. ഇനി അടുത്ത 8 കഷ്ണം വരുമ്പോൾ നമ്മൾ എത്ര എടുക്കണം? 4 കഷ്ണം. അപ്പൊ നമ്മൾ എഴുതേണ്ടത് 8ൽ 4 എന്ന് ഇവിടെ എഴുതണം. എന്താണ്? 8ൽ 4. എഴുതേണ്ടത് എങ്ങനെയാണ്? 4/8 എന്ന് എഴുതണം. ഇനി 3 ഭാഗങ്ങൾ നമുക്ക് നിർമ്മിക്കാം. നമുക്ക് 6 തുല്യ ഭാഗമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് നമ്മൾ 6 ഭാഗം ആ പൂക്കൾ ഉപയോഗിച്ചതുപോലെ പൂക്കൾ വരച്ചിട്ട് നമ്മൾ ഒന്നിടവിട്ട പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തപ്പോഴാണ് നമുക്ക് 6 ഭാഗം കിട്ടുന്നത്. അപ്പൊ 3 ഭാഗം എങ്ങനെ വരയ്ക്കും നോക്കി. നമ്മൾ പൂക്കൾ വരച്ചതിൽ ഒന്നിടവിട്ടതിൽ ഈ ഒരു പോയിന്റും ഈ 3 പോയിന്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. കണ്ടോ? ആ 3 പോയിന്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതുണ്ട്, ഇങ്ങനെ 3 പാർട്ടാക്കി എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് വരച്ച് നോക്കണം. ടീച്ചർ വരയ്ക്കുന്നില്ല. അതിൽ ഒന്നിടവിട്ട പോയിന്റുകൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഈ ഒരു കഷ്ണം നമുക്ക് 3 എണ്ണത്തിൽ ഒരു ഭാഗം, 3ൽ 1. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അമ്മമാരൊക്കെ മുട്ട പൊരിക്കുമ്പോൾ 3 പേരേ ഉള്ളൂ എങ്കിൽ നമ്മൾ ആ മുട്ട അമ്മ മുറിക്കുന്ന ഉറപ്പായിട്ടും ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ടായിരിക്കും നമ്മൾ മുട്ടയൊക്കെ മുറിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്? നിങ്ങൾ അടുക്കളയിലൊക്കെ ചെന്ന് നോക്കണം കേട്ടോ. അപ്പൊ ഇതാ നോക്കിക്കുക, അമ്മ മുട്ട 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും നമ്മളിൽ ആരെങ്കിലും ഒരാളും കൂടി വീട്ടിലുള്ള 3 പേരേ ഉള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മുട്ട വേണ്ട, നീ എടുത്തോ എന്ന് പറഞ്ഞ് മോന് തരിക എന്ന് വിചാരിക്കുക. അപ്പൊ ആ 2 കഷ്ണം നമ്മൾ ഒന്നിച്ചെടുത്തു. അപ്പൊ 3 എണ്ണത്തില് 2 എണ്ണം ആർക്ക് കിട്ടി? ആ മകന് കിട്ടിയെങ്കിൽ ഈ ഒരു പാർട്ടിന് നമ്മൾ 3ൽ 2 എന്ന് പറയും. ഈ ഒരു ഭാഗത്തിന് 3ൽ 1 എന്നും പറയും. അടുത്തത് നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഒരു സമചതുരം വരയ്ക്കുക. വശങ്ങൾ ഓരോന്നിനും 3 സെന്റിമീറ്റർ നീളം. ഇനി മുകളിലത്തെയും താഴത്തെയും വശങ്ങളിൽ ഇടത്ത് നിന്ന് 1 സെന്റിമീറ്റർ ഇടപെട്ട് കുത്തുകൾ ഇടുക. അവ യോജിപ്പിക്കുക. ഒന്നാമത്തെ ചോദ്യം, ചെറിയ ചതുരം സമചതുരത്തിന്റെ എത്ര ഭാഗമാണ്? വലിയ ചതുരം സമചതുരത്തിന്റെ എത്ര ഭാഗമാണ്? 1/3 ഭാഗത്തിന് 3ൽ 1 ഭാഗത്തിന് ചുവപ്പ് നിറവും 3ൽ 2 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക. നിങ്ങൾക്ക് മൂന്നാമത്തെ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കളറൊക്കെ കൊടുക്കാൻ പറയുമ്പോൾ. ദെൻ അടുത്തത്, വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിന്റെ 3ൽ 1 3ൽ 2 ഭാഗിക്കാമോ? ചെയ്തു നോക്കാം നമുക്ക്. 3 സെന്റിമീറ്റർ വശമുള്ള ഒരു ചതുരം വരച്ചു. ഈ വശവും 3 സെന്റിമീറ്റർ ആണ്, ഈ വശവും 3 സെന്റിമീറ്റർ. ഇനി ആ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1 സെന്റിമീറ്റർ ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കുത്തിട്ടു. ഇവിടെ 1 സെന്റിമീറ്ററിന്റെ അവിടെ നിന്ന് ഇവിടെ കുത്തിട്ടു, ഇവിടെ കുത്തിട്ടു. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? 1 സെന്റിമീറ്റർ അളവിൽ നമ്മൾ കുത്തിട്ടു. എന്നിട്ട് ഇവ തമ്മിൽ യോജിപ്പിച്ചു. ചോദ്യം നന്നായിട്ട് വായിച്ച് നോക്കിയിട്ട് ചെയ്യണേ. ഇത് ചോദിച്ചിരിക്കുന്നത് ഇതിനെ ഇവിടെയും കൂടി ടീച്ചർ യോജിപ്പിച്ചിരുന്നു. അതൊരു പെൻസിൽ കൊണ്ട് ടീച്ചർ അടയാളപ്പെടുത്താവേ. അപ്പൊ ആകെ മൊത്തത്തിൽ എത്ര കഷ്ണമുണ്ട് ഇവിടെ? 1 2 3 ഒരേ വലിപ്പത്തിലുള്ള 3 കഷ്ണങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനെ 3ൽ 1 എന്ന് വിളിക്കാം. ഇതിനെയും നമുക്ക് 3ൽ 1 എന്ന് വിളിക്കാം.
ഇതിനെയും 3 വിളിക്കാം. അപ്പോൾ ഈ ചെറിയ ഭാഗം മാത്രം എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഈ വലിയ ചതുരത്തിന്റെ 1/3 ഭാഗം. ഈ വലിയ ഭാഗം എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? വലിയ ചതുരം എന്ന് പറയുന്നത് 2/3 ഭാഗം. മനസ്സിലായോ? ഇത് 1/3 ഭാഗം. ഇനി പിന്നെ ചോദിച്ചിരിക്കുന്നത് 1/3 ഭാഗത്തിന് ചുമപ്പ് നിറം കൊടുക്കാൻ അറിയാം. ഇതിന് ചുമപ്പ് നിറവും വലിപ്പം കൂടിയ ഭാഗത്തിന് നമുക്ക് പച്ച നിറവും കൊടുക്കാനാണ് പറഞ്ഞത്. 1/3 ഭാഗത്തിന് നമുക്ക് ചുവപ്പ് നിറം കൊടുക്കാം. 1/3 ഭാഗത്തിന് നമ്മൾ ചുമപ്പ് നിറം കൊടുക്കുന്നു. നിറം കൊടുക്കുമ്പോൾ പുറത്തു പോകാതെയൊക്കെ നോക്കണേ. മൂന്നിൽ 2 ഭാഗത്തിന് നമ്മൾ പച്ച നിറവും കൊടുത്തു. ഇങ്ങനെ നിങ്ങൾ പടം വരച്ച് പൂർത്തിയാക്കണേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുക. 6 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. ഇതിനെ 2/3 ഭാഗത്തിന് പച്ച നിറവും 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇത് 6 സെന്റിമീറ്ററും ഇത് 3 സെന്റിമീറ്റർ. അപ്പൊ തുല്യ ഭാഗമാക്കി നമ്മൾ മുറിക്കുന്നത് എങ്ങനെയാ? 6നെ തുല്യ ഭാഗമാക്കുന്നത് നമുക്ക് 2 സെന്റിമീറ്റർ വെച്ചെടുക്കാം. ഇവിടെ 2 അടയാളപ്പെടുത്തി ഇപ്പൊ കൊണ്ട് 2 2 2 4 4 2 3 2 ആകുമ്പോൾ ഒരേപോലെ. അതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 2 സെന്റിമീറ്റർ വെച്ച് അടയാളപ്പെടുത്തുക. ഇവ തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ എത്ര കഷ്ണങ്ങളായി? 3 തുല്യ കഷ്ണങ്ങളാക്കി. എന്നിട്ട് ഇത് 3ൽ 2 ഭാഗവും ഇത് 1/3 ഭാഗവും. 1/3 ഭാഗത്തിന് നമ്മൾ ഏത് കളർ കൊടുക്കാനാ പറഞ്ഞേ? പച്ച നിറം കൊടുക്കുന്നു. 1/3 ഭാഗത്തിന് നമ്മൾ പച്ച നിറം കൊടുക്കുന്നു. മൂന്നിൽ 2 ഭാഗത്തിന് ചുവപ്പ് നിറം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? താങ്ക് യു ഫോർ വാച്ചിങ്.